സർവലോക ദൈവാതിരുനാമത്തിന് മഹത്വം. പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സന്ധ്യയിൽ നമുക്ക് വീണ്ടും പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. ഇന്നലെയും അതിന് മുന്നിലത്തെ ദിവസവുമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉള്ള കുറവുകളെ കണ്ടെത്തുവാനുള്ള ഒരാഹ്വാനമാണ് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പണ്ഡിതനായൊരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്ന് ആ മനുഷ്യൻ്റെ യഥാർത്ഥ കുറവിനെ ക്രിസ്തു പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ വരുന്ന ആ ഒരവസ്ഥയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചത്. ആ മനുഷ്യനോട് ക്രിസ്തു ചോദിച്ച ചോദ്യം, കൽപ്പനകളെല്ലാം നീ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് തുടർന്ന് നാം പ്രവേശിച്ചത്. കൽപ്പനകൾ അത് 10 എണ്ണമുണ്ട്. ക്രിസ്തു 10 കൽപ്പനകളെ 2ആയി തിരിക്കുന്നുവെന്നും അതിനെ ദൈവ-മനുഷ്യബന്ധം, മനുഷ്യ-മനുഷ്യബന്ധം എന്ന 2 തലത്തിൽ നാം ധ്യാനിക്കണമെന്നുമൊക്കെ ഇന്നലെ നാം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ ആദ്യത്തെയും 2ാമത്തെയും കൽപ്പനകൾ ഒന്നായി ചേർത്തുകൊണ്ട് വിഗ്രഹാരാധന എന്ന ഒരു പൊതുവായ തലക്കെട്ട് കൊടുത്ത് 3 തരത്തിലുള്ള വിഗ്രഹാരാധനകളെ അവതരിപ്പിക്കുവാനാണ് സത്യത്തിൽ ഇന്നലെ ഞാൻ തുടങ്ങി വെച്ച അത്തരത്തിലാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിലെ വിഗ്രഹാരാധന എന്നും, ശില്പങ്ങളോടുള്ള ആരാധന എന്നും, സൃഷ്ടിയോടുള്ള ആരാധന എന്നും 3 തലങ്ങളായി നാം 1ഉം 2ഉം കൽപ്പനകളെ തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും ഇന്ന് ദൈവവചനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഹൃദയത്തിലെ വിഗ്രഹാരാധനയിൽ ദൈവത്തെക്കാൾ ഉപരിയായി നാം ആർക്ക് എന്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അതാണ് ഹൃദയത്തിലെ വിഗ്രഹാരാധന എന്ന ഒരു ധ്യാന ചിന്തയിൽ നാം വന്നെത്തുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിലെ വിഗ്രഹാരാധനയുടെ മേഖലയിൽ വരുന്നത് തൻ്റെ ബന്ധങ്ങളാണ് എന്ന് കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി മക്കളെ സ്നേഹിക്കുന്ന ഒരനുഭവം വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ, കൽപ്പന ലംഘനത്തിന് തുല്യമായ അനുഭവമാണ് എന്നാണ് ഇന്നലത്തെ ശുശ്രൂഷയിൽ നാം ധ്യാനിക്കാൻ ശ്രമിച്ചത്. അബ്രഹാമും ഇസ്ഹാക്കും തമ്മിലുള്ള ജീവിതാനുഭവങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അതോടൊപ്പം വ്യക്തി ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടെല്ലാം ഈ തലത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ബന്ധങ്ങളെ സ്നേഹിച്ചാൽ ഏത് അപകടങ്ങളിലൂടെയെല്ലാം നാം കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഇന്നലെ സന്ധ്യയിൽ നാം നടത്തുകയുണ്ടായി. ഇന്നലെ പങ്കുവച്ച വാക്കുകളുടെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സ് തുറന്ന് ഈ വാക്കുകൾക്കായി ഒരുങ്ങാം. പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണല്ലോ ഈ ദിവസത്തെ ശുശ്രൂഷകളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാക്കുകൾ യഥാർത്ഥമായ ആഴമായ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നതാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ കുറവിനെ കണ്ടെത്തുന്ന അനുഭവമായി തീരട്ടെ. അതോടൊപ്പം അതിനെ അംഗീകരിക്കാൻ നമുക്ക് മനസ്സ് തുറക്കുന്ന അനുഭവമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ച എന്ന വണ്ണമുള്ള ധ്യാന ചിന്തകൾക്ക് പ്രാരംഭമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 62 വരെയുള്ള ദൈവവചന ഭാഗത്തെ ഒന്ന് ധ്യാനിക്കാം നമുക്ക്. അവർ വഴി കടന്നു പോകുമ്പോൾ ഒരുവൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മുന്നമേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശുവിനോട്,
കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. 3 വ്യക്തികൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്ന സംഭവത്തിന്റെ പശ്ചാത്തലമാണ് നാം ഇവിടെ കാണുക. അതിൽ ഒന്നാമത്തെ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഉടനെ യേശു പറയുന്നു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. പലപ്പോഴും ക്രിസ്തീയ കോളത്തിൽ ഈ തരത്തിലുള്ള ചില ആളുകളുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ മനുഷ്യൻ പറയുന്ന വാക്കിനെ ശ്രദ്ധ വെച്ച് കേൾക്കുക. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഇവൻ ആഗ്രഹിച്ചത്? ക്രിസ്തുവിനോട് കൂടെ നടന്നപ്പോൾ ഇവന് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. കാരണം നല്ല അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെ പോഷിപ്പിച്ച് അതുപോലെ ഒത്തിരി വീര്യപ്രവർത്തികളൊക്കെ ചെയ്ത് ഇങ്ങനെ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവങ്ങളുടെ നടുവിൽ അങ്ങനെ രാജകീയനായി സഞ്ചരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ യാത്രകളും ക്രിസ്തുവിൻ്റെ പ്രകടനങ്ങളും പ്രവർത്തികളും എല്ലാം ഈ മനുഷ്യന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുക, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. സത്യത്തിൽ ക്രിസ്തു എന്ന ഒരു വ്യക്തിയെ അനുഗമിക്കുവാനാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുക. ക്രിസ്തു പോകുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുക. മറിച്ച് ക്രിസ്തു ഒരു വ്യക്തിയെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ തലത്തിലുള്ള ഒരു അനുഗമനം ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പിന്നാലെ നടക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുക. സത്യത്തിൽ ക്രിസ്തു നടക്കുന്ന വഴിക്ക് ക്രിസ്തുവിന്റെ പുറകെ നടക്കുക എന്നുള്ളതാണോ യഥാർത്ഥ ക്രിസ്തീയമായ അനുഗമനം? ചിന്തിക്കേണ്ടിയിരിക്കും. പലപ്പോഴും നാം ഇന്ന് ദൈവത്തെ അനുഗമിക്കുന്ന ഇത്തരത്തിലാണ്. പലപ്പോഴും നമ്മളൊക്കെ വിശുദ്ധ നാടുകളൊക്കെ സന്ദർശിക്കാൻ പോകാറുണ്ട്. വിശുദ്ധ നാടുകളൊക്കെ സന്ദർശിച്ച് മടങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തു നടന്ന വഴികളിലൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരികയാണ്. സത്യത്തിൽ ഈ ഒരു അനുഭവത്തോട് ചേർന്ന് അതിനെ ധ്യാനിക്കാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ക്രിസ്തു നടന്ന വഴികളിലൂടെയൊക്കെ നടക്കുന്നത് സത്യമാണ്, നല്ലതാണ്. കാരണം ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി എല്ലാം കണ്ട് കേട്ട് ഒക്കെ തിരിച്ചു പോരാം. ബൈബിൾ നാം ധ്യാനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ബൈബിളിലെ ചില സംഭവങ്ങൾ അവിടെ വെച്ച് നടന്നതൊന്ന് ഓർമ്മ വരാൻ ഒരു മെഡിറ്റേഷനും ഒരു ധ്യാനത്തിനും അത് സഹായകരമാണ്. പക്ഷെ അതല്ല ക്രിസ്തു ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ അനുഗമനം. ക്രിസ്തു എന്ന വ്യക്തി നടന്ന വഴികളുടെ പിന്നാലെ നടക്കുക എന്നുള്ളതല്ല, ക്രിസ്തുവിലെ വ്യക്തിത്വത്തെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു എന്ത് ഒരു വ്യക്തിക്ക് കാണിച്ചു തന്നോ ആ കാഴ്ചപ്പാടുകളെ അനുഗമിക്കുക എന്നുള്ളതാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുക. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ശരീരത്തെ അനുഗമിക്കുവാൻ, അവനെ ശാരീരികമായി അനുഗമിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് ഇങ്ങോട്ട് വന്നവൻ പറഞ്ഞതാണെങ്കിലും യേശു പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഈ ഭൂമിയിൽ സ്ഥലമൊന്നുമില്ല. നീ എൻ്റെ ശരീരത്തെയാണ് അനുഗമിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്രിസ്തുവിന് മനസ്സിലായി. അതുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് കിടന്നുറങ്ങാനൊന്നും സ്ഥലം കിട്ടില്ല, അതുകൊണ്ട് നീ തിരിച്ചു പോയിക്കോ. ഇവൻ അനുഗമിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ടും ഈ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുകയാണ് ക്രിസ്തു. കാരണം ഇവൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ പുറകെ വെറുതെ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ടും കേട്ടും ആഘോഷിച്ച് നടക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ തൊട്ടടുത്ത വ്യക്തി ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുങ്ങുന്നത് എന്താണ്? യേശു തന്നെ ആ വ്യക്തിയോട് അങ്ങോട്ട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ആദ്യം ഒരാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന്. ഉടനെ യേശു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഒരാളോട് ക്രിസ്തു തന്നെ അങ്ങോട്ട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ഉടനെ അദ്ദേഹം എന്താ പറയുക? ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന്. ഉടനെ യേശു അവരോട് പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഞാൻ കൊച്ചുനാളുകളിലൊക്കെ ഈ വേദഭാഗം വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണാവോ ഈ മരിച്ചവരെ കുഴിച്ചിടുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ അടക്കാൻ കുഴിച്ചിടാൻ വേറെ മരിച്ചുപോയ ആളുകളാണോ വരാറുള്ളത്? എന്താണ് ഈ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഇവിടെ ക്രിസ്തു ഉദ്ദേശിക്കുക ശരീരപ്രകാരം മരിച്ചവരെയല്ല, മറിച്ച് ആത്മാവിൽ മരിച്ചവരെയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ അടുത്ത് ആത്മാവിൽ മരിച്ചു പോയവരുടെ കഥ ക്രിസ്തു പറയുന്നത്? കാരണം തന്നെ അനുഗമിക്കുവാൻ ക്രിസ്തു ഇയാളോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ വ്യക്തി പറഞ്ഞ വാക്ക്, ഞാൻ മുന്നമേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടട്ടെ. പെട്ടെന്നൊരു സംശയം തോന്നും നമുക്ക്. ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ
ഒരു മനുഷ്യൻ തയ്യാറായി വന്നതിനെ ക്രിസ്തു എതിർക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ അപ്പനമ്മയെ നോക്കണ്ടേ? മരണം വരെ അവരെ സംരക്ഷിക്കണ്ടേ? ഈ കൽപ്പനകളുടെ കൂട്ടത്തിൽ തന്നെ തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സംരക്ഷിക്കണം എന്നൊക്കെ. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം: ഞാൻ മുന്നമേ പോയി എൻ്റെ അപ്പനെ അടക്കട്ടെ, അത് കഴിഞ്ഞ് വന്ന് ഞാൻ നിന്നെ അനുഗമിക്കാം. എന്താണ് ആ പ്രയോഗത്തിലെ? അതിൽ നിന്ന് തന്നെ ഈ മനുഷ്യന്റെ മനോഭാവം വ്യക്തമാണ്. ഞാൻ ആദ്യം എൻ്റെ അപ്പനെ അടക്കട്ടെ, അത് കഴിഞ്ഞ് നിന്നെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ മനസ്സിൽ ആദ്യ സ്ഥാനം ആർക്കാണ്? അപ്പനാണ്. രണ്ടാമത്തെ സ്ഥാനം മാത്രമാണ് ക്രിസ്തുവിനുള്ളൂ. ആദ്യമായി ദൈവത്തെക്കാൾ ഉപരിയായി തന്റെ അപ്പന് പ്രഥമ സ്ഥാനം കൊടുത്ത് ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി ക്രിസ്തു പറഞ്ഞു, നീ മരിച്ചവനാണ്. അതുകൊണ്ടാണ് മരിച്ചവരെ കുഴിച്ചിടുന്നതിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് എന്ന് ക്രിസ്തു അയാളോട് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നാം ഇതേ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. നാം മരിച്ചവരാണ്. വെളിപാട് പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട്: ജീവിച്ചിരിക്കുന്നവൻ എന്നവന് പേരുണ്ടെങ്കിലും അവൻ മരിച്ചവൻ അത്രേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാണ്. ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ബന്ധങ്ങൾക്ക് നാം പ്രഥമ സ്ഥാനം കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ നാം നമ്മെ നോക്കി തമ്പുരാൻ കർത്താവിന് വിളിക്കേണ്ടി വരും, നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ് എന്ന്. ചിന്തിക്കുക, സത്യത്തിൽ ഞാൻ ഇന്ന് ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കേണ്ട ആളാണോ, അതോ ഈ പള്ളിയുടെ നടുവിലുള്ള കാർപ്പറ്റിന്റെ നടുവിൽ നീളത്തിൽ കിടക്കേണ്ട ആളാണോ? സത്യത്തിൽ ആരാണ് ഞാൻ? ഏതാണ് എൻ്റെ അവസ്ഥ? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ കണ്ടെത്താനായിട്ട് നാം ശ്രമിക്കണമെന്നുള്ളതാണ്. മൂന്നാമത് ഒരു വ്യക്തി വീണ്ടും യേശുവിനോട് പറയാണ്, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ എനിക്ക് അനുവാദം തരണം. ഇവിടെയും നാം കാണുക, ദൈവത്തെക്കാൾ കൂടുതലായി തൻ്റെ ബന്ധങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ്. ഇവിടെ ഇയാളോട് യേശു അങ്ങോട്ട് ആവശ്യപ്പെടുന്നതല്ല. ആദ്യത്തെ ആൾ യേശുവിനോട് വന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്ന് പറയുന്നതാണ്. പക്ഷെ ആദ്യത്തെ ആൾ പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ ആൾ പറഞ്ഞത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ്. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ്. ഇത് ക്രിസ്തു തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്ന അനുഗമനമാണ്, ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി. പക്ഷെ ഇവിടെയും കുഴപ്പമുണ്ട്. ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറയാൻ ഞാൻ അനുവാദം തരണം. ഈ മനുഷ്യന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അവിടെയും തൻ്റെ വീട്ടുകാർ ക്രിസ്തുവിനേക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയോടും ക്രിസ്തു പറയുന്ന മറുപടി ശ്രദ്ധേയം: കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ബന്ധങ്ങൾക്ക് ക്രിസ്തുവിനേക്കാൾ ഉപരിയായ സ്ഥാനം കൊടുത്തുകൊണ്ട് നാം കാണുന്നുവെങ്കിൽ അത് ഏറെ അപകടങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കും. അതുകൊണ്ട് നമുക്ക് അനുതപിക്കാം. ഈ പ്രാവശ്യം വിശുദ്ധ കുമ്പസാരം നാം നടത്തുമ്പോൾ ഈ തലം നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുക. അതിനൊരുങ്ങി നിങ്ങൾ വരുന്ന സമയത്ത്, ഞാൻ ആർക്കെങ്കിലും ദൈവത്തെക്കാൾ കൂടുതലായി എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയോർത്ത് ആഴമായി അനുതപിക്കുവാനും അത് വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. വീണ്ടും ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു തലം വരിക സമ്പത്തിനെയാണ്. ധനത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ ദൈവത്തെക്കാൾ ഉപരിയായി ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ടോ, ഹൃദയത്തിലെ വിഗ്രഹാരാധനയുടെ തലത്തിൽ സമ്പത്ത് വന്നുപെട്ടിട്ടുണ്ടോ എന്നറിയാൻ വളരെ എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഇങ്ങനെയാണ്: ഞാൻ ദശാംശം ദൈവികമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എനിക്ക് ദൈവം തന്നിട്ടുള്ള വരുമാനത്തിൻ്റെ 1/10 തീർച്ചയായിട്ടും ദൈവികമായി ഉപയോഗിക്കാൻ കടപ്പെട്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. അത് ഞാൻ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. തിരിഞ്ഞു നോക്കാം ജീവിതത്തിലേക്ക്. എനിക്ക് ദൈവത്തിനാണോ ധനത്തിനാണോ ഒന്നാം സ്ഥാനം? സാമ്പത്തികമായി ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, സത്യത്തിൽ അതിനെ ഒരു നേർച്ചയായി ദൈവകാര്യങ്ങളിൽ നാം സമർപ്പിക്കാൻ തയ്യാറാകാറുണ്ടോ? ഇതെൻ്റെ കടമയാണ് എന്ന് കരുതി നാം ഇതിനെ സമർപ്പിക്കാറുണ്ടോ? എൻ്റെ കയ്യിലുള്ള എന്തോ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. വിധവയുടെ ചില്ലിക്കാശിനെ പറ്റി നാം ധ്യാനിക്കുകയും